ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കർഷകരുടെ താൽപര്യം സംരക്ഷിക്കുന്നതിൽ രാജ്യം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. MS സ്വാമിനാഥൻ ജന്മശതാബ്ദി അന്താരാഷ്ട്ര സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും സാംസ്കാരിക സ്വത്വത്തിനും കൈത്തറി മേഖല നൽകിയ സംഭാവനകളെ ആദരിച്ച് ഇന്ന് ദേശീയ കൈത്തറി ദിനം. വർഷകാല സമ്മേളനം നടക്കുന്ന പാർലമെന്റിൽ വിവിധ വിഷയങ്ങളെ ചൊല്ലി ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളുടെയും നടപടികൾ തടസ്സപ്പെട്ടു. പ്രളയം, കോവിഡ് തുടങ്ങിയ വെല്ലുവിളികൾ നേരിടാൻ സംസ്ഥാനത്തിന്റെ ശാസ്ത്ര സാങ്കേതിക മേഖല നിർണായക പങ്കുവഹിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള തീയതി ഈ മാസം 12 വരെ നീട്ടി. ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് മത്സരങ്ങളുടെ 3ാം പതിപ്പ് ഇന്ന് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. കർഷകരുടെ താൽപര്യം സംരക്ഷിക്കുന്നതിൽ രാജ്യം ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ MS സ്വാമിനാഥൻ ജന്മശതാബ്ദി അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യോൽപാദനത്തിൽ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ MS സ്വാമിനാഥൻ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. अपने किसानों का हित सर्वोच्च प्राथमिकता है. भारत अपने किसानों के, पशुपालकों के और मछुआरे भाई बहनों के हितों के साथ कभी भी समझौता नहीं करेगा. और मैं जानता हूं व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी, लेकिन मैं इसके लिए तैयार हूं. ഇന്ന് ദേശീയ കൈത്തറി ദിനം. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യമെമ്പാടും കൈത്തറി മേഖലയ്ക്ക് പുതിയൊരു സ്വത്വവും ശക്തിയും ലഭിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. पिछले 10 सालों में हैंडलूम सेक्टर को देश भर में नई पहचान और ताकत मिली है. मैं आप सभी को, हैंडलूम सेक्टर से जुड़े लोगों को राष्ट्रीय हथकरघा दिवस की बधाई देता हूं. ദിനാഘോഷത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ ടെക്സ്റ്റൈൽസ് മന്ത്രാലയം സംഘടിപ്പിച്ച പരിപാടി കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും സാംസ്കാരിക സ്വത്വത്തിനും രാജ്യത്തെ കൈത്തറി മേഖല നൽകിയ സംഭാവനകളെ ആദരിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. മികച്ച നെയ്ത്തുകാർക്ക് സന്ത് കബീർ കൈത്തറി പുരസ്കാരം, ദേശീയ കൈത്തറി പുരസ്കാരം എന്നിവയും സമ്മാനിച്ചു. ദേശീയ കൈത്തറി ദിനമായ ഇന്ന് കേരളത്തിലും വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി P. രാജീവ് തിരുവനന്തപുരത്ത് നിർവഹിക്കും. കൈത്തറി സഹകരണ സംഘങ്ങൾക്കുള്ള അവാർഡ് വിതരണവും തൊഴിലാളികളെ ആദരിക്കലും മന്ത്രി V. ശിവൻകുട്ടി നിർവഹിക്കും. ദിനാഘോഷങ്ങളുടെ ഭാഗമായി കണ്ണൂർ വീവേഴ്സ് സർവീസ് സെന്ററിന്റെ നേതൃത്വത്തിൽ കരിവെള്ളൂർ കൈത്തറി സഹകരണ സംഘത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വർഷകാല സമ്മേളനം നടക്കുന്ന പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. 12 മണിവരെ നിർത്തിവച്ചിരുന്ന ലോക്സഭയിൽ നടപടിക്രമങ്ങൾ പുനരാരംഭിച്ചപ്പോഴും ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള തീയതി ഈ മാസം 12 വരെ നീട്ടിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് തീയതി നീട്ടിയത്. ഈ മാസം 30-ന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. വിശദാംശങ്ങളിലേക്ക്. 2025 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. പുതുതായി പേര് ചേർക്കുന്നതിനും തിരുത്തുന്നതിനും സ്ഥാനമാറ്റം വരുത്തുന്നതിനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ sec.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കണം. നോട്ടീസിൽ പറയുന്ന തീയതിയിൽ ആവശ്യമായ രേഖകൾ സഹിതം ഹിയറിംഗിന് നേരിട്ട് ഹാജരാകണം. ആക്ഷേപങ്ങളിൽ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്വീകരിക്കുന്ന നടപടിക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് അപ്പീൽ നൽകാം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രളയം, കോവിഡ് തുടങ്ങിയ വെല്ലുവിളികളെ നേരിടാൻ സംസ്ഥാനത്തിന്റെ ശാസ്ത്ര സാങ്കേതിക മേഖല നിർണായക പങ്കുവഹിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ R&D സമ്മിറ്റ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ളവയിൽ മികച്ച മുന്നേറ്റം നേടാൻ സാങ്കേതിക വിദ്യ ഏറെ സഹായകമായെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
17ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. ഈ മാസം 21 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സെപ്റ്റംബർ 9-നാണ് തെരഞ്ഞെടുപ്പ്. രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ടതും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതുമായ അംഗങ്ങൾ, ലോക്സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്നിവർ ഉൾപ്പെടുന്ന ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. തിരുവനന്തപുരം മുട്ടത്തറയിൽ ഫിഷറീസ് വകുപ്പിന്റെ പുനർഗേഹം പദ്ധതി പ്രകാരം നിർമ്മിച്ച 332 ഫ്ളാറ്റുകളുടെ താക്കോൽ ദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ അതിജീവനത്തിനും സുരക്ഷയ്ക്കും ഊന്നൽ നൽകുന്ന ഒരു സുപ്രധാന പദ്ധതിയാണ് പുനർഗേഹം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. തുടർച്ചയായ കടൽക്ഷോഭം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുരിതത്തിലാക്കിയ സാഹചര്യത്തിലാണ് സർക്കാർ പുനർഗേഹം പദ്ധതിക്ക് രൂപം നൽകിയത്. വേലിയേറ്റ രേഖയിൽ നിന്നും 50 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന 22,174 കുടുംബങ്ങളുടെ പുനരധിവാസമാണ് ലക്ഷ്യമിടുന്നത്. പദ്ധതി പ്രകാരം 2,878 കുടുംബങ്ങളുടെ പുനരധിവാസം പൂർത്തീകരിക്കുകയും 5,361 പേർക്ക് പുനരധിവാസം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. മുട്ടത്തറയിൽ പുനർഗേഹം പദ്ധതി പ്രകാരം 400 ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നതിനായി 81 കോടി രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയിരുന്നത്. ഇതിലെ ആദ്യഘട്ട നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ കേസിൽ ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് ചോദ്യം ചെയ്ത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ സമർപ്പിച്ച റിട്ട് ഹർജി സുപ്രീം കോടതി തള്ളി. സംഭവത്തിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിടുകയും ജസ്റ്റിസ് വർമ്മയെ സ്ഥാനത്തുനിന്ന് നീക്കാൻ ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ സമർപ്പിച്ച ഹർജിയാണ് ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, അഗസ്റ്റിൻ ജോർജ് മസീഹ് എന്നിവരടങ്ങിയ ബെഞ്ച് തള്ളിയത്. ബംഗാൾ ഉൾക്കടലിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമുദ്ര ഗവേഷണത്തിനുള്ള സംഘത്തിൽ കാസർഗോഡ് സ്വദേശിയായ ഡോക്ടർ വി സുധീഷും 8 രാജ്യങ്ങളിലെ 17 ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സംഘത്തിലാണ് കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിലെ ടെക്നിക്കൽ ഓഫീസർ ഡോക്ടർ വി സുധീഷ് അമേരിക്കൻ ശാസ്ത്ര സംഘാംഗമായി പ്രവർത്തിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. അന്താരാഷ്ട്ര സമുദ്ര ഗവേഷണത്തിലെ കാസർഗോഡൻ സാന്നിധ്യമായിരിക്കുകയാണ് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ ടെക്നിക്കൽ ഓഫീസർ ഡോക്ടർ വി സുധീഷ്. ഗവേഷകരിൽ ഇന്ത്യയിൽ നിന്നുള്ള 2 പേരിൽ ഒരാളാണ് സുധീഷ്. അമേരിക്കയുടെ ഓഷ്യോനോഗ്രാഫിക് ഗവേഷണ കപ്പലായ RV തോമസ് ജി തോംസണിലാണ് ഗവേഷണം. സമുദ്രങ്ങളിലൂടെയുള്ള ജീവരാസ വൈവിധ്യത്തെ നിരീക്ഷിക്കാൻ അനുയോജ്യമായ ആധുനിക സംവിധാനം ഉൾക്കൊള്ളുന്നതാണ് കപ്പൽ. ഓക്സിജൻ മിനിമം സോണുകളിലും അതിന്റെ സമുദ്ര ജൈവ രാസചക്രങ്ങളിലുണ്ടാക്കുന്ന ദീർഘകാല പ്രത്യാഘാതങ്ങളുമാണ് പഠനത്തിന്റെ പ്രധാന ലക്ഷ്യം. ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് 2025 മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. ഇന്നലെ ആരംഭിക്കാനിരുന്ന മത്സരം ചെന്നൈയിലെ ഹയാത്ത് റീജൻസിയിലുണ്ടായ തീപിടുത്തത്തെ തുടർന്നാണ് ഇന്നത്തേക്ക് മാറ്റിയത്. ഈ മാസം 15 വരെയാണ് മത്സരം. മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ 84ാം ചരമവാർഷിക ദിനത്തിൽ രാജ്യം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ നൊബേൽ സമ്മാന ജേതാവും തത്വചിന്തകനുമായിരുന്ന ടാഗോറിന്റെ കൃതികൾ ജനഹൃദയങ്ങളിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു. രാജ്യത്തിന്റെ ചരിത്രത്തിനും സംസ്കാരത്തിനും വിദ്യാഭ്യാസ മേഖലയിലുമെല്ലാം ടാഗോർ നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ കുടുംബശ്രീ ആരംഭിക്കുന്ന മാ കെയർ സ്റ്റോറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കരമന ഗേൾസ് സ്കൂളിൽ മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. കുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങൾ സ്കൂളിനുള്ളിലെ മാ കെയർ സ്റ്റോറിലൂടെ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സ്റ്റോർ ആരംഭിക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 389 പോയിന്റ് താഴ്ന്ന് 80,157-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 124 പോയിന്റ് നഷ്ടത്തിൽ 24,447-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില ഉയർന്നു. സ്വർണം ഗ്രാമിന് 20 രൂപ കൂടി 9,400 രൂപയും പവന് 160 രൂപ ഉയർന്ന് 75,200 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലോക മുലയൂട്ടൽ വാരാചരണം ഇന്ന് സമാപിക്കും. ജനിച്ച ആദ്യ മണിക്കൂറുകളിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന ബോധവൽക്കരണമാണ് വാരാചരണത്തിലൂടെ ലക്ഷ്യമിട്ടത്. മുലയൂട്ടലിന് മുൻഗണന നൽകുക, സുസ്ഥിര പിന്തുണാ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഈ വർഷത്തെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. കർഷകരുടെ താൽപര്യം സംരക്ഷിക്കുന്നതിൽ രാജ്യം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. MS സ്വാമിനാഥൻ ജന്മശതാബ്ദി അന്താരാഷ്ട്ര സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും സാംസ്കാരിക സ്വത്വത്തിനും കൈത്തറി മേഖല നൽകിയ സംഭാവനകളെ ആദരിച്ച് ഇന്ന് ദേശീയ കൈത്തറി ദിനം. വർഷകാല സമ്മേളനം നടക്കുന്ന പാർലമെന്റിൽ വിവിധ വിഷയങ്ങളെ ചൊല്ലി ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളുടെയും നടപടികൾ തടസ്സപ്പെട്ടു. പ്രളയം, കോവിഡ് തുടങ്ങിയ വെല്ലുവിളികൾ നേരിടാൻ സംസ്ഥാനത്തിന്റെ ശാസ്ത്ര സാങ്കേതിക മേഖല നിർണായക പങ്കുവഹിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള തീയതി ഈ മാസം 12 വരെ നീട്ടി. ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് മത്സരങ്ങളുടെ 3ാം പതിപ്പ് ഇന്ന് ആരംഭിക്കും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.